നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഏട്ടത്തെ ഞാൻ വിശ്വസിക്കാം. എന്റെ കൂടെ തന്നെ നിൽക്കുമല്ലോ. അറിയാലോ നിനക്ക്, അവളെ അനുജത്തിന്ന് വിളിച്ച സൂര്യ എന്റെ കരണം പുകച്ചത്. രാധികയെ കൊന്നു കളഞ്ഞാ പോലും എനിക്ക് ആ ദേഷ്യം തീരില്ല. ഞാനുണ്ട് നിന്റെ കൂടെ. സർ, ഇനി സാറ് വേണം ക്യാമറ സ്വിച്ച് ഓൺ ചെയ്യാൻ. ആയിക്കോട്ടെ. വളരെ ലളിതമായൊരു പൂജയാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. സന്തോഷത്തോടെ അത് കഴിഞ്ഞു. ഇനി നമ്മൾ നല്ലൊരു സിനിമയ്ക്ക് വേണ്ടി, ആളുകൾ ചർച്ച ചെയ്യപ്പെടുകയും അവരെ സന്തോഷിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സിനിമയ്ക്ക് വേണ്ടി നമുക്ക് ഒറ്റക്കെട്ടായി നിൽക്കാം. താങ്ക് യു ഓൾ. പ്രിയങ്ക, എന്താ ഇവിടെ ഒന്ന് തനിച്ചിരിക്കുന്നേ? ഒറ്റപ്പെട്ടു പോയ പിന്നെ അങ്ങനല്ലേ പറ്റും. നീ കുറച്ചുകൂടി സാമർഥ്യമുള്ളവളാണെന്നാ ഞാൻ കരുതിയത്. പറഞ്ഞിട്ടെന്താ, ചേച്ചിയെ നിയന്ത്രിക്കാനും പറ്റിയില്ല, ഭർത്താവിനെ പറഞ്ഞു നിർത്താനും പറ്റിയില്ല. അല്ല, നിന്റെ സ്ഥാനത്ത് ആരായാലും സങ്കടം ഉണ്ടാവും. ഏട്ടത്തിക്ക് ഇപ്പൊ എന്താ വേണ്ട? എന്നെ പരിഹസിക്കണോ? ഇപ്പൊ എന്തായാലും എന്റെ മനസ്സിൽ ആ ഉദ്ദേശമല്ല. എനിക്ക് നിന്നോട് സഹതാപമാ തോന്നുന്നത്. ഓ, നീ എത്രയോ ആഗ്രഹിച്ച സ്ഥാനം, നിന്റെ സ്ഥാനത്ത് ഇപ്പൊ പൂജയിൽ പങ്കെടുക്കുന്നതും മീഡിയയുടെ മുന്നിൽ സംസാരിക്കുന്നതും ഒക്കെ അവളാ, ആ രാധിക. പ്രിയങ്ക, നീ എന്നോട് ദേഷ്യപ്പെട്ട് പോണ്ട. നീ ഇവിടെ തന്നെ ഇരുന്നോ. ഇന്ന് സിനിമയുടെ പൂജ മാത്രമല്ലേ നടന്നുള്ളൂ, ഷൂട്ടിംഗ് അല്ലല്ലോ. എന്തിനാ ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞിട്ട് പറ. ഇന്ന് പൂജ മാത്രമേ ഉള്ളൂ. എന്തായാലും അത് കഴിയട്ടെ. ഈ സിനിമ അവൾ അഭിനയിച്ച് തീർക്കില്ല, അത് ഞാൻ നിനക്ക് വാക്കുതരാം. എങ്ങനെ? അത് ചെന്നിരുന്ന് ആലോചിക്കണം. മുടക്കണമെന്നൊരു തീരുമാനം എടുത്താ അതിനൊരു കാരണം കണ്ടുപിടിക്കാൻ വലിയ പ്രയാസമൊന്നും ഉണ്ടാവില്ല. നമ്മൾ വിചാരിക്കുന്ന ഒരു വഴിയിലും അത് മുടക്കാൻ പറ്റിയില്ലെങ്കിൽ എവിടെ നിന്നെങ്കിലും കുറച്ച് ആസിഡ് വാങ്ങിച്ച് അവളുടെ മുഖത്തൊഴിക്കണം. പൊള്ളി വികൃതമായ മുഖം വെച്ച് പിന്നെ അവള് പോവില്ലല്ലോ സിനിമയിൽ അഭിനയിക്കാൻ. അതിനുള്ള ചങ്കൂറ്റം ഉണ്ടോ നിനക്ക്? വേണ്ടി വന്നാ ഞാൻ അതും ചെയ്യും. ഈ പറഞ്ഞ വാക്ക് സത്യമാണെങ്കിൽ വേറെ എന്ത് കാര്യത്തിന് നമ്മൾ പരസ്പരം മത്സരിച്ചാലും ഈ കാര്യത്തിൽ നമ്മൾ ഒറ്റ മനസ്സായിരിക്കണം.
അവളെ നമ്മൾ പൂട്ടും. ഏട്ടത്തെ ഞാൻ വിശ്വസിക്കാം. എന്റെ കൂടെ തന്നെ നിൽക്കുമല്ലോ. അറിയാലോ നിനക്ക്, അവളെ അനുജത്തിന്ന് വിളിച്ച സൂര്യ എന്റെ കരണം പുകച്ചത്. ജാതിയെ കൊന്നു കളഞ്ഞാ പോലും എനിക്ക് ആ ദേഷ്യം തീരില്ല. ഞാനുണ്ട് നിന്റെ കൂടെ. ഇപ്പൊ എനിക്ക് ധൈര്യമായി. എന്റെ ചേച്ചി അഭിനയിച്ച സിനിമ പൂർത്തിയാവുന്നത് എനിക്കൊന്ന് കാണണം. അയാൾ എന്താ തന്നോട് ഇത്ര നേരം സംസാരിച്ചു വന്നത്? ചോദിച്ചു കേട്ടില്ലേ? എന്താ? ഓ, പൂജയുടെ ഹാങ് ഓവർ വിട്ടില്ലേ ഇതുവരെ? ആ വിശാലുണ്ടല്ലോ, എന്തായിരുന്നു അവൻ തന്നോട് സംസാരിച്ചോണ്ടിരുന്നത്? പ്രത്യേകിച്ചൊന്നുമില്ല. അയാളുടെ സിനിമയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുമായിരുന്നു. അതിനോട് ഇന്ദ്രിയത്തുണ്ടല്ലോ. ഈ സിനിമയുടെ ലോകം അത്ര നല്ലതൊന്നുമല്ല. ഒരുപാട് ചതിക്കുഴികളൊക്കെ ഉണ്ട്. വളരെ നോർമലായ ഒരാള് ചിലപ്പോൾ പെട്ടുപോകും. എന്നെ സൂക്ഷിക്കാൻ എനിക്കറിയാം. ആ, ഈ ഒരു വാചകം പറയാൻ അറിയാത്തവര് ആരുമില്ല. പക്ഷെ ഒടുവില് അവർ തന്നെയാണ് കൈകാലിട്ട് അടിക്കുന്നത്. അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്. താൻ സുന്ദരിയാ. അത് തനിക്ക് ബോധമുണ്ടായാൽ മതി. ചുറ്റും നിൽക്കുന്ന ആളുകളെ അത് പറയണമെന്നൊന്നുമില്ല. അയാളെ കൊണ്ട് ഞാൻ പറയിപ്പിച്ചൊന്നും അല്ലല്ലോ. എന്ത് പറഞ്ഞാലും ഇങ്ങനെ തർക്കുത്തരം പറയുന്നത് എന്തിനാ? ഞാൻ എന്താ ഇപ്പൊ തർക്കിച്ചേ? ഇത് പിന്നെ തർക്കമല്ലാതെ മറ്റെന്താ? എടോ, തന്റെ ഭാഷയുടെ മാറ്റമൊക്കെ എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്യാനാണോ ഉദ്ദേശിച്ചിരിക്കുന്നത്? എങ്ങനെ? ബോധപൂർവ്വം എന്നെ അവോയ്ഡ് ചെയ്യാനുള്ളൊരു ശ്രമം. അത് ഈസിയാ. കാരണം നല്ലൊരു പാട്ടുകാരി, കഴിവ് തെളിയിച്ച നർത്തകി, പിന്നിൽ എന്തിനും തയ്യാറായി ഫിദാ മേഡത്തിന്റെയും ശ്യാമ മേഡത്തിന്റെയും സപ്പോർട്ട്. ഇപ്പൊ ഇന്ദ്രിയത്തിന്റെ പടത്തിലെ നായികാ പദവി. ഇതൊക്കെ ഒറ്റയടിക്ക് സംഭവിച്ചല്ലേ? അപ്പൊ ചിലപ്പോ മനസ്സ് മാറിപ്പോവും. പക്ഷെ യാഥാർത്ഥ്യങ്ങളിലേക്ക് ഇടയ്ക്കൊന്ന് തിരിഞ്ഞു നോക്കണം. താൻ സന്തോഷിക്കുമ്പോ വേദനിക്കുന്നവരുണ്ടെന്നുള്ള കാര്യം. പ്രിയങ്കയുടെ കാര്യമാണോ? അല്ല. പിന്നെ ആരുടെയാ? അച്ഛന്റെ അമ്മയുടെയോ? അല്ല. പിന്നെ ആർക്കാ എത്ര വിഷമം? എനിക്ക്. എന്താ എനിക്ക് വിഷമിച്ചുകൂടെ? ഒന്നേ എനിക്ക് പറയാനുള്ളൂ. താൻ തിരുത്താൻ ശ്രമിച്ചാലും എന്റെ മനസ്സിന് പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.